ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ളതാണ്. ഇത് സാധാരണ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇത് താഴേക്ക് ഇങ്ങനെ പടർത്തിയിട്ടാലും നല്ല ബുഷിയായിട്ട് വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വാണ്ടറിഞ്ചു എന്നാണ്. അതുപോലെ ഇതിൻ്റെ പല വെറൈറ്റീസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിന് ഒരു സ്വഭാവമുണ്ട് എന്ന് വെച്ചാൽ ഇത് വെക്കുന്ന സ്പേസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ലീഫിന് കളർ ചേഞ്ചുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വെച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ കണ്ടപ്പോൾ എന്തായാലും അത് വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ഷെയ്ഡിലാണ്, കുറച്ച് വെയിലും അതുപോലെ തന്നെ തണലും കിട്ടുന്നൊരു സ്ഥലത്താണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫ് ഒരു നോർമൽ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഷെയ്ഡിൽ വെച്ചാൽ ഇതുപോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലാണ്. അപ്പോൾ ആ ഒരു കുപ്പിയിൽ ചെറിയ ഹോൾസുകൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇത് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ്, ഒരു ഹാങ്കറിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ശരിക്കും ഷെയ്ഡിലാണ് കേട്ടോ. ഒട്ടും വെയിൽ കിട്ടാത്ത ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫ് കണ്ട നല്ല പച്ച കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ഒരു പ്ലാന്റിന് ഒരു വയലറ്റ് കളറും കൂടിയൊരു മിക്സ് ആയിരുന്നു. പക്ഷെ ഇത് ശരിക്കും ഗ്രീൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് കണ്ട നേരത്തെ കണ്ടതിൽ നിന്നൊക്കെ ശരിക്കും ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ലീഫ് വന്നിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നല്ല വെയിലത്താണ് കേട്ടോ ഇരിക്കുന്നത്. അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫ് കണ്ട എന്ത് ചേഞ്ച് ചെയ്യണല്ലേ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും. നല്ല വയലറ്റ് കളറിലാണ് കേട്ടോ ഈ ഒരു ലീഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ പ്ലാസ്റ്റിക് കുപ്പികളിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ചെറിയൊരു ഹോൾസുകൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ ഗാർഡൻ അത് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. പിന്നെ ഇത് വെച്ചിരിക്കുന്നത് ഒരു ഷെയ്ഡിലാണ്, അത്യാവശ്യം വെയിലും കൊള്ളും അതുപോലെ തണലത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫ് സാധാ പോലെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ ടയറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ഷെയ്ഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സെൻറ്റർ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ സാധാ നോർമലായിട്ട് തന്നെയാണ് ലീഫ് വന്നിരിക്കുന്നത്. കണ്ട ഒരു സാധാ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ഷെയ്ഡ് കിട്ടുന്ന സ്ഥലമാണ്, അധികം വെയിലൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ലീഫുകൾക്ക് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് മേലെ നിന്ന് ഇങ്ങനെ വെള്ളം നന്നായി കുത്തിയൊഴുകുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് മാത്രം കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. ഇത് ഷെയ്ഡിൽ വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതൊക്കെ നോർമലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് നല്ല ചൂടത്താണ് കേട്ടോ, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. നേരത്തെ കണ്ടതിനേക്കാളും വെയിലുള്ള സ്ഥലത്താണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ലീഫൊക്കെ ഒരു കരിഞ്ഞ പോലൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ കണ്ട അതിൻ്റെ കളറ് ലീഫിന് നല്ല കളർ ചേഞ്ചും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വയലറ്റ് കളറിലാണ് അത് വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു പ്ലാന്റ് എവിടാണ് വെക്കുന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് കേട്ടോ ലീഫിനും ചേഞ്ച് വരുന്നത്. നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ലീഫിന് നല്ല കളർ ചേഞ്ച് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ചെറിയൊരു അതിശയം പോലെ തോന്നി. അപ്പോൾ അതെന്തായാലും ഒന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.